പദ മമ എൻ്റെ കാലം കൊണ്ട് ഞാൻ അളക്കും. അപ്പോഴും വലിയ വിചാരിച്ച് ഈ കുഞ്ഞിക്കാലം കൊണ്ട് 3 അടി എന്നാണ് വിചാരിക്കുന്നത്. എന്നെ പരിഹസിക്കാണോ തോന്നി എനിക്ക്? പരിഹസിക്കല്ല. 7 വയസ്സ് കുട്ടി പറയാൻ വിവരമില്ലാത്തതുകൊണ്ട് പറയും. അഹോ ബ്രാഹ്മണതായാത പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ്, എടാ ബ്രാഹ്മണ കുട്ടി, നിന്നെ കണ്ടപ്പോൾ ഞാൻ കരുതി അത്യാവശ്യം അറിവൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. നിന്റെ തേജസ് കണ്ടപ്പോഴേ ഇപ്പം എനിക്ക് മനസ്സിലായി നിനക്കെന്തില്ല, നിനക്ക് ഉയരവില്ല വിവരമില്ല. വാചസ്തേ വൃദ്ധസമ്മത, നിന്റെ വർത്തമാനൊക്കെ പ്രായമുള്ളവരെ പോലെ. പക്ഷെ തൊൻബാലഹ, ഈ കുട്ടിയല്ലേ ബാലിശമതി, ചൈൽഡിഷ്. സ്വന്തം കാര്യം നോക്കാൻ പോലും നിനക്കറിയില്ല. എടോ പണക്കാരെ കണ്ടാൽ മാക്സിമം വാങ്ങുക, അതാ വേണ്ടത്. നനഞ്ഞടം കുടിക്കുക വേണ്ടത്. അതല്ലാതെ ആരെങ്കിലും തരാമെന്ന് പറയുമ്പോൾ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാണ്ടാവും ബ്രാഹ്മണൻ. താൻ തന്നെ മാം വചോഭ്യ സമാരാധ്യ ലോകാനാമേകം ഈശ്വരം. നീ തനിക്ക് എന്നെ ശരിക്കും മനസ്സിലായില്ലേ തോന്നുന്നുണ്ടോ? ആരോട്? ഭഗവാനോട് പറയാ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശരിക്കും അങ്ങോട്ട് ലോകാനാമേകം ഈശ്വരം, ഞാനാണ് ഈ ലോകത്തിലെ ഏകനായ ഈശ്വരൻ. ഇതാണ് വലിയ പ്രശ്നം. ഭഗവാൻ ഞാൻ നോക്കുകയാണ്, താൻ ഈശ്വരനാണെങ്കിൽ ഞാനാരടോ? ഈശ്വരനോട് പറയണത് ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈശ്വരൻ. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് വന്നിട്ട് 3 അടി ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവൻ വിഡ്ഢിയാണ്. പദത്രയം പ്രണീതയോ ബുദ്ധിമാൻ. എനിക്ക് ബുദ്ധിയില്ല. ഇനി ഞാനൊന്ന് പറയാം, നിനക്ക് 3 അടി മതി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അങ്ങനെ കൊടുക്കാൻ വയ്യ, അതെനിക്ക് ചീത്തപ്പേരാ. എന്നെ എല്ലാവരും കളിയാക്കും, പിശുക്കാനെന്ന് പറയും. എനിക്കത് കേൾക്കാൻ വയ്യ. അതുകൊണ്ട് ചുരുങ്ങിയതൊരു ദ്വീപെങ്കിലും ഞാൻ തരും, അത് വാങ്ങിയിട്ട് പോയാൽ മതി. അതൊക്കെ വലിയ കേമത്തട്ടോ. എന്താണ്? അല്ലെങ്കിൽ എനിക്കത് കുറവാണ്. പദത്രയം പ്രണീതയോ അബുദ്ധിമാൻ ദ്വീപദാശുഷം. എനിക്കൊരു നിർബന്ധമുണ്ട്. മാം ഉപപ്രജ്യ ഭൂയോ യാചിതുമർഹതി. എൻ്റെ മുന്നിൽ കൈ നീട്ടിയവനെ മേലാൽ കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അതെനിക്ക് നിർബന്ധം. അത് കേട്ടപ്പോൾ ഭഗവാൻ തഥാസ്തു, അതങ്ങനെ ആവട്ടെ, ഇനി ഞാൻ കൈ നീട്ടില്ല. അതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിൽ കൈ നീട്ടണില്ല. ഗോപികൾ ചോദിച്ചു, നീ കൈ നീട്ടി ഞങ്ങൾ വെണ്ണ തരില്ല, എന്തിനാ കക്കണ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, കൈ നീട്ടിയാൽ എനിക്ക് വിഷമാവും. കാരണം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി മേലാൽ മമ ഖലു ബലിഗേയാചനം ജാതമാസ്താമിഹതു പുനരബലാനാമഗ്രതോ നൈവ കുർവേ. ആ മഹാബലിയുടെ മുന്നിൽ കൈ നീട്ടി ഞാൻ ഇനി ഈ ഇടയപ്പെണ്ണുങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടി നിന്നാലും മഹാബലി അറിഞ്ഞാൽ ഹൃദയം പൊട്ടി വരും. അതുകൊണ്ട് അവിടെ കക്കുകളുള്ളൂ. അതുകൊണ്ട് എൻ്റെ മുന്നിൽ കൈ നീട്ടി